ഷോൺ സാർ നമസ്കാരം. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ പെരുകുകയാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരാളുടെ ജീവൻ ആനയുടെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മൃഗങ്ങൾ തുടർച്ചയായി ആളുകളുടെ, കർഷകരുടെ, അതുപോലെ തന്നെ വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുടെയൊക്കെ ജീവനും ജീവിതവും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മൃഗങ്ങളുടെ ആക്രമണങ്ങളും മറ്റ് പ്രശ്നങ്ങളും കൊണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഇതിൽ മറ്റൊരു വശം കൂടെ കാണേണ്ടത്, ഈ മൃഗങ്ങൾക്ക് വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ ഉൾക്കാട്ടിൽ ലഭിക്കുന്നില്ല എന്നും അതുകൊണ്ടാണ് ഇവ പുറത്തേക്ക് ഇറങ്ങുന്നതുമെന്നുള്ള ചില പഠനങ്ങളും അതുപോലെ തന്നെ ചില ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഈ വനം വകുപ്പും ഒക്കെ എന്താണ് കിട്ടുന്ന ഈ കോടികളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഉൾക്കാട്ടിൽ അല്പം ജലം ലഭ്യമാക്കാനും ഭക്ഷണം ലഭ്യമാക്കാനും ഒന്നും തന്നെ ഇവർ ഒരു കാര്യത്തിനും ഈ വനം വകുപ്പ് തയ്യാറാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് സാർ ഇതിലൊരു പോംവഴി എന്താണ്? വളരെ വൈഡ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. നമ്മള് എല്ലാ ദിവസവും ഇന്ന് കാണുന്ന വന്യമൃഗ ശല്യവും വന്യമൃഗങ്ങൾ വേട്ടയാടുന്ന മനുഷ്യന്റെ വാർത്തകളും ഒക്കെ നമ്മൾ കേൾക്കുന്നതിനപ്പുറത്തേക്ക് ഇതൊരു വൈഡ് സബ്ജക്റ്റാണ്. ഒന്ന് പുറകോട്ട് നോക്കിയാൽ 1960കളിലും 70കളിലും 80കളിലും ഇതിലേറെ വനമായിരുന്ന മേഖലയിൽ കുടിയേറ്റ കർഷകരെന്നും ആണല്ലോ നമ്മൾ പറയുന്നത്. മലയോര കർഷകർ കുടിയേറ്റ കർഷകരാണ്. ഒരു കാലത്ത് അവരവിടെ കുടിയേറ്റിയാണ് സർക്കാർ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് കുടിയേറ്റ കർഷകരെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടി കൃഷി ചെയ്യാൻ കയറ്റി വിട്ടവരാണ്. അന്ന് ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളോ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് അന്ന് ഈ വന്യമൃഗങ്ങളോട് പോരാടി അവിടെ കൃഷി ചെയ്തിരുന്ന ഒരു സമൂഹം ഇന്ന് ആ കൃഷി ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോ വന്യമൃഗശല്യത്തിന് അപ്പുറത്ത് ഇതിന്റെ ഒരു എക്കണോമിക് എഫക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാമൂഹിക പ്രത്യാഘാതം എന്ന് വേണം പറയാം. അത് സാമ്പത്തികപരമായി ആ മേഖല തകരുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം. ഈ വർഷം ഞാൻ എൻ്റെ പറമ്പില് 50 തെങ്ങ് നട്ടു. 50 തെങ്ങും തൈ ഞാൻ നട്ടു. ഇപ്പൊ 2 എണ്ണം ഉണ്ട്, 48 എണ്ണം കാണാനില്ല. ഞാൻ 200 റംബുട്ടാൻ വെച്ചതിനകത്ത് 40 റംബുട്ടാനെങ്കിലും കുത്തിമറിച്ച് പന്നി കടന്നു. ഇപ്പോ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ നിന്നും മറ്റു വരുമാനങ്ങളിൽ നിന്നുമാണ് ഞാൻ ഇപ്പോൾ കൃഷിയിലേക്ക് പണം മുടക്കുന്നത്. പക്ഷെ കൃഷി മാത്രമാണ് എൻ്റെ ഉപജീവനമെങ്കിൽ ഞാൻ അത് ഉപേക്ഷിച്ച് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ പല കാര്യങ്ങൾ നമ്മൾ പല വിദേശ രാജ്യങ്ങളെ നമ്മൾ മാതൃകയാക്കേണ്ടതായിട്ടുണ്ട്. നിയമത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ടത് തന്നെയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ഇവിടെ ഇപ്പൊ കഴിഞ്ഞ 2024 കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കി. സെക്ഷൻ 11(1)A ഈ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് സംബന്ധിച്ച് CCFന്റെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി ഷെഡ്യൂൾ 1 പെടുന്ന മൃഗങ്ങളാണെങ്കിൽ അതിനെ അപകടകരമാണ് എന്ന് തോന്നലുണ്ടായാൽ ബൈ റിട്ടേൺ അയാൾക്ക് വെടിവെച്ച് കൊല്ലാൻ ഓർഡർ ഇടാം. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നരഭോജി കടുവയെ ഓർഡർ ഇട്ട പോലെ അതിനെ കൊല്ലാൻ ഓർഡർ ഇടാം. പക്ഷെ നരഭോജി ആയിരിക്കണം. അപ്പോ പക്ഷേ അത് തിരുത്തപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിന് കൂടുതൽ അധികാരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടതാണെന്നൊക്കെയുള്ള ചർച്ചയും അതിന്റെ ഒരു നിർദ്ദേശവും കേരള നിയമസഭ പ്രമേയത്തിലൂടെ പാസ്സാക്കി. അതിനകത്ത് അതിന്റെ തൊട്ട് താഴെ അടുത്ത സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 11(2). സെക്ഷൻ 11(2)ൽ കൃത്യമായി പറയുന്നു, സ്വയരക്ഷയ്ക്ക് ഭീഷണിയായി വരുമ്പോൾ അത് ഏത് മൃഗമാണെങ്കിലും അതിനെ വേട്ടയാടിയാൽ അത് ക്രൈം അല്ല, അതിന് എതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള സെക്ഷൻ 11(2) താഴെ നിൽപ്പുണ്ട്. നമുക്കൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിൽ പ്രായോഗിക വശങ്ങളെ കുറിച്ച് ആലോചിച്ച് പ്രായോഗികമായി നടപ്പിലാക്കല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പുലി നാട്ടിലിറങ്ങിയാൽ അത് ആളെ പിടിച്ചോ അല്ലെങ്കിൽ പശുവിനെയാണോ കടുവയാണോ പിടിക്കുന്ന, പശുവിനെയാണോ ആടിനെയാണോ പിടിക്കുന്നുള്ളതല്ല. ഒരു പുലി നാട്ടിലിറങ്ങിയാൽ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം CCFനുണ്ട്. കാരണം ഈ സെക്ഷൻ വഴി തന്നെ കാരണം മനുഷ്യ ജീവന് അപകടകരമാകുന്ന സാഹചര്യത്തിൽ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന നിലയിലും ഒക്കെ അതിനെ കൊല്ലാനുള്ള അവകാശം ഈ വൈൽഡ് ലൈഫ് ആക്ട് 1972 നിഷിദ്ധമാണ്. ഇപ്പോ അതായത് സെക്ഷൻ 62 ഒരു വന്യജീവിയെ വെർമിനായിട്ട് അല്ലെങ്കിൽ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് ഷെഡ്യൂൾ 2 പെടുന്ന വന്യജീവികളെ ഇപ്പൊ നമുക്കറിയാം CCFന്റെ ഡെലിഗേറ്റഡ് പവർ അനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന് ഓർഡർ ഇടാം പന്നിയെ കൊല്ലാൻ. കേരളത്തിലെ വനാതിർത്തി പങ്കിടുന്ന 410 പഞ്ചായത്തുകളുണ്ട്.
എത്ര പഞ്ചായത്തിൽ ഇത് കാര്യക്ഷമമായി നടക്കുന്നുണ്ട്? ഇല്ലാത്തതിന്റെ കാര്യം വെച്ചാൽ പണ്ട് എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്, ഇന്ന് തോക്കില്ല, തോക്ക് ഉപയോഗിക്കുന്നവരില്ല. കാരണവന്മാര് പലരും തോക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നു. തോക്കിന്റെ അപേക്ഷകൾ എന്റെ അഭിപ്രായത്തിൽ കേരളത്തിന്റെ കളക്ടറേറ്റുകളിൽ ഇപ്പോൾ നിലവിലുള്ള അത്രയും തോക്കിന്റെ അപേക്ഷകൾ പെൻഡിങ് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഇതിനുവേണ്ടി കമ്മിറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്, അല്ലെ കുറെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതിന് തയ്യാറല്ല. എന്നാത് ഇത് വെടിവെച്ച് കൊല്ലണം, അത് കഴിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനെ അറിയിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റ് ഫോറസ്റ്റിനെ അറിയിക്കും. ഇവരെല്ലാം വന്നതിന് ശേഷം ഫോട്ടോ എടുത്ത് മാസ്റ്റർ തയ്യാറാക്കി ഇതിനെ വെട്ടിഞ്ഞുറുക്കി പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. വട്ടുണ്ടോ മനുഷ്യന്? വേറെ പണിയൊന്നുമില്ലേ? സത്യം പറഞ്ഞാല് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവിടെ 2016-17 കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ ഇതിനെ വെടിവെച്ച് കറി വെച്ച് കഴിക്കണമെന്ന് പി സി ജോർജ്, എന്റെ പിതാവ് ശ്രീ പി സി ജോർജ് കേരള നിയമസഭയിൽ പ്രസംഗിച്ചപ്പോ അത് വലിയ വിവാദമായി. അന്ന് ഇപ്പൊ മലയോര സംരക്ഷണ ജാഥ നടത്തിയ വി ഡി സതീശനും അന്നത്തെ ഹരിത എം എൽ എമാർ, അന്ന് ഹരിത എം എൽ എമാർ എന്നാണ് ഇവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്, വലിയ പ്രക്ഷോഭം ഉണ്ടാക്കി കേരള നിയമസഭയിൽ. നമ്മുടെ നെല്ലിയാമ്പതി കേസുമായി ബന്ധപ്പെട്ട് നെല്ലിയാമ്പതി കർഷകർക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അവർ കയ്യേറ്റക്കാരാണ് എന്ന് നിയമസഭ പ്രഖ്യാപിച്ച ആളാണ് ഇപ്പൊ മലയോര സംരക്ഷണ ജാഥ നടത്തിയ ശ്രീ വി ഡി സതീശൻ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് മലയോര കർഷകർ ഇപ്പൊ വലിയ മൈഗ്രേഷൻ നടക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഇതൊരു വൈഡ് സബ്ജക്റ്റാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് കയറി പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം കാർഷിക മേഖല പൂർണ്ണമായും തകർന്ന് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം, ഈ നാട്ടിൽ നിന്നു പോകാനുള്ള വരുമാനം കൃഷിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അതിന് മുഖ്യമായ ഒരു കാരണമാണ് ഈ വന്യമൃഗശല്യം. വന്യമൃഗശല്യം കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മറ്റു വരുമാനം ഇല്ല എങ്കിൽ 100% ഞാൻ കൃഷി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഈ വർഷം എനിക്കുണ്ടായ നഷ്ടം എത്ര വലുതാണ് എനിക്കറിയാം. അപ്പോൾ അതുപോലെ ചോദിച്ച മറ്റൊരു കാര്യം, കേരളത്തിന്റെ വനാതിർത്തി പങ്കിടുന്നത് 16,000 കിലോമീറ്ററാണ്. അത് കേരളം മൊത്തത്തിൽ 670 കിലോമീറ്റർ ഉള്ളെങ്കിലും വനാതിർത്തി എന്ന് പറയുന്നത് കയറി ഇറങ്ങി കിടക്കുന്നതിന് 16,000 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോഴും പ്രോപ്പറായിട്ട് ഫെൻസിങ് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് 4,000 കിലോമീറ്ററിൽ താഴെയാണ്. ഒന്ന്. പിന്നെ ഇപ്പൊ വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം, വയനാട്ടിലെ 364 സ്ക്വയർ കിലോമീറ്റർ ആണ് വയനാട് വനം. ആ 364 സ്ക്വയർ കിലോമീറ്ററിൽ 120 സ്ക്വയർ കിലോമീറ്റർ എങ്കിലും ഇപ്പോ ഈ സ്വർണ്ണക്കൊന്ന എന്ന് പറയുന്ന സാധനമാണ്. 2010 വനത്തിന്റെ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് 10 ഏക്കർ വെച്ചതാണ്. അത് വ്യാപിച്ച് ഇപ്പൊ 115-120 ഏക്കറിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു. ഇതിന്റെ അടിയിൽ പുല്ല് പോലും കിളുക്കല. പ്രത്യേകിച്ച് വനത്തിന്റെ അന്തരീക്ഷത്തിൽ മൃഗങ്ങൾക്ക് അവിടെ കഴിയാൻ കഴിയില്ല, ജലലഭ്യത കുറയ്ക്കും, വലിയ ചൂടാണ് ഇതുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇത് വെട്ടിമാറ്റാനുള്ള ക്രമീകരണങ്ങൾ ഇന്ന് വരെയും സർക്കാർ കൃത്യമായി ചെയ്തിട്ടില്ല. പിന്നെ 20 കടുവ വേണ്ടിടത്ത് സർക്കാരിന്റെ കണക്ക് തന്നെ 64 കടുവയുണ്ട്. 64 120ഓളം കടുവകൾ. അതായത് മസനഗുഡി ഉൾപ്പെടെയുള്ള മൈസൂർ ഫോറസ്റ്റുകളിൽ നിന്നും ചൂട് കൂടുമ്പോൾ വയനാട്ടിലേക്ക് കടുവകൾ കയറി വരും. അപ്പം ആ 120ഓളം കടുവകളുടെ സാന്നിധ്യമാണ് അവിടെ ഉള്ളത്. 20 കടുവയ്ക്കുള്ള സ്പേസേ ഉള്ളൂ ശരിക്കും വയനാട്ടിൽ. അവിടെ 120 കടുവ വരുന്നു. അപ്പോ അധികമായി എത്തുന്ന ഈ കടുവകളെ ഷെഡ്യൂൾ 1 മൃഗങ്ങളാണ്. ഇതിന് വെടിവെക്കാൻ കഴിയില്ല. അതിന് അതിൻ്റെതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനെ പ്രിസർവ് ചെയ്യാൻ കഴിയും. ഇതിനെ നഴ്സറികൾ വഴി ഇപ്പൊ അവിടെ വയനാട്ടിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 7 കടുവയെ കണ്ട് അതിനകത്തുണ്ടെന്നാണ് എന്റെ അറിവ്. ഇവിടെ വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു. അപ്പൊ അധികമായി വരുന്ന കടുവകളെ കൃത്യമായി വനത്തിന്റെ പുറത്തേക്ക് വരാതെ ഒരു 5-10 സ്ക്വയർ കിലോമീറ്റർ അതിനുവേണ്ടി തിരിച്ച് അതിനുള്ള ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ വനത്തിനുള്ളിൽ തന്നെ വലിയ സൂ, അതായത് ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ഇപ്പൊ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. വനങ്ങൾക്കകത്ത് തന്നെ ഈ ജനങ്ങൾക്ക് ഉപദ്രവകരമായി അമിതമായി എണ്ണം വർദ്ധിക്കുന്ന മൃഗങ്ങളെ ഇത്തരത്തിലുള്ള നഴ്സറികൾ വനത്തിനുള്ളിൽ തന്നെ സ്ഥാപിച്ച് അതിനകത്ത് കിടന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഏരിയ, ഇന്ത്യയുടെ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ 1% കേരളമുള്ളത്. ആ 1% നമ്മുടെ ഭൂപ്രകൃതി. ഇന്ത്യയുടെ മൊത്തത്തിൽ 1% കേരളമുള്ളത്. ആ 1% കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തമുള്ള ആനകളുടെ 20% കേരളത്തിലാണ്. 2000 ആനകള് അല്ലെങ്കിൽ 2000 ആനയ്ക്ക് കപ്പാസിറ്റിയുള്ള കേരളത്തിന്റെ വനത്തില് 6500 ആനകളാണുള്ളത്. ശരിക്കും വനം വകുപ്പ് ഇപ്പോഴും ആ കണക്ക് പുറത്ത് വിട്ടിട്ടില്ല, വിടുകയില്ല. 6500 ആനകളുണ്ട്. ഇന്നലെ ആരോ തമാശയായിട്ട് പറഞ്ഞു, വീരപ്പൻ ഉണ്ടായിരുന്നപ്പോ ഈ പ്രശ്നം ഇല്ലായിരുന്നു എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയും ഓർത്തു പോകുന്നു ഈ ശല്യം കാരണം. ഇന്നലെ 24 മണിക്കൂറിനിടയിൽ 3 മരണം ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് എവിടെ ചെന്ന് നിൽക്കും? എന്നാൽ ഇതിനെ ഗൗരവമായി കാണാൻ സർക്കാർ തയ്യാറാകുന്നില്ല.
സർക്കാർ എന്താ? തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയ സംശയം കൂടെ നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. അവസാനത്തെ ഒരു ചോദ്യം കൂടെ, അതായത് കേന്ദ്ര സർക്കാർ ഏകദേശം 36 കോടി രൂപയാണ് വർഷാവർഷം ഈ വനം ആയി ബന്ധപ്പെട്ട് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല അത് കൃത്യമായി നടപ്പിലാക്കിയാൽ 5 വർഷത്തിലൊരിക്കൽ 600 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കിട്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യവും നടപ്പിലാക്കാതെ ഈ പണത്തിൽ പലതും ലാപ്സാക്കി കളയുകയും 600 കോടി രൂപ നേടിയെടുക്കേണ്ടിടത്ത് അതിനുള്ള അർഹത നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങിപ്പോ പറഞ്ഞതുപോലെ ഈ കൊന്ന വെട്ടിക്കളയാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ക്രമീകരണങ്ങളും നടത്തുന്നില്ല. ഉൾവനത്തിൽ ഇവർക്ക് ഭക്ഷണം, ഈ മൃഗങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ എത്തിക്കാനുള്ള ഒരു സംവിധാനവും ഏർപ്പെടുത്തുന്നില്ല. 4-5 ജീപ്പ് മാത്രം വാങ്ങിയിട്ടുകൊണ്ട് വനം വകുപ്പ് കുറെ ആളുകളെയും വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോ ഇത് ഒരു വലിയ പ്രതിസന്ധിയല്ലേ? ശരിക്കും മന്ത്രിയുടെ ഒരു കപ്പാസിറ്റി ഇതിനകത്തൊരു വലിയ വിഷയമാണ്. മന്ത്രി ഉദ്യോഗസ്ഥർ പറയുന്ന കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന മന്ത്രിയായാൽ എന്തിനാണ് എക്സിക്യൂട്ടീവിന്റെ തലപ്പത്ത് ഒരു ജനപ്രതിനിധി വരുന്നത്? ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും ഉദ്യോഗസ്ഥരെ അത്തരത്തിലേക്ക് ജനകീയമായ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് എക്സിക്യൂട്ടീവ് ഹെഡായിട്ട് ഒരു മിനിസ്റ്റർ വരുന്നത്. ആ മന്ത്രി തന്നെ തികഞ്ഞ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോ ഫോറസ്റ്റിനകത്ത് ഇപ്പൊ മരണം ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ അക്ഷരം കാണും. നിങ്ങളെ ചാനലുകാരെല്ലാം അവിടെ എത്തുന്നു, മാധ്യമപ്രവർത്തകർ എത്തുന്നു, രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നു, അവിടെ ഫോറസ്റ്റുമായിട്ട് ഒരു ഉന്തുന്തള്ള് ബഹളം, അവിടെ ലാത്തി ചാർജ്, പിറ്റേ ദിവസം ഒരു ഹർത്താല്, അവസാനം ഈ മരിച്ചയാളുടെ ഡെഡ് ബോഡി കൊണ്ട് ഫോറസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വെക്കുന്നു. ഫോറസ്റ്റ് ഓഫീസും കളക്ടറും വന്നിട്ട് അടിയന്തരമായി ഇപ്പൊ തന്നെ 5 ലക്ഷം രൂപ കൊടുക്കും, ഉടൻ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യും, അവിടെ കിടങ്ങ് കുഴിക്കും അല്ലെങ്കിൽ ഫെൻസിങ് സ്ഥാപിക്കും എന്ന് പറയും. സമരം അവസാനിച്ചു. പരമാവധി ഒരാൾ മരിച്ചാൽ 2 ദിവസം പ്രക്ഷോഭം നടത്തും, 3-ാം ദിവസം ആരെ കിട്ടില്ല. അത് ആരെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ്. അപ്പോ കോടിക്കണക്കിന് രൂപ മുടക്കി വനം പ്രിസർവ് ചെയ്യുന്നതിനേക്കാൾ ലാഭം മരിക്കുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നതാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് സർക്കാർ പോകുന്നത്. അതാണ് ഇവിടെ നമ്മുടെ ശരിക്കും ഇവരുടെ ഉള്ളിലെ കൺസെപ്റ്റ് അതാണ്. കാരണം ഈ മരിക്കുന്ന ആളുകളുടെ 10 ലക്ഷം രൂപ വെച്ച് എത്ര കൊടുത്താലും ഇത്ര രൂപ ആവുള്ളൂ. വനം പ്രിസർവ് ചെയ്യുന്നതെങ്കിൽ വലിയ തുക അവർക്ക് ഇനിയും മുടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ പണം വരുമ്പോൾ അതിനോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ട്. ആ വിഹിതം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതികളെ ലാപ്സാക്കി കളയുന്നത്. മാത്രമല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി ഇതിനെ നോക്കിക്കാണാൻ, ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിന് സാമൂഹ്യപരമായ പല പ്രശ്നങ്ങളുമുണ്ട്. കാർഷിക മേഖല തകരുന്നു, മൈഗ്രേഷൻ, സാമ്പത്തിക രംഗം, ഇതെല്ലാം ഇതിന്റെ ഒരു അടിത്തറയാണ്. അതിനെയെല്ലാം ഗവൺമെന്റ് ദീർഘവീക്ഷണത്തോടുകൂടി നോക്കിക്കാണാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. അതിന്റെ കാഴ്ചപ്പാടും സർക്കാരിനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തീർച്ചയായും എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ കർഷകരും മലയോര മേഖലയിലെ ആളുകളും ഒക്കെ കടന്നു പോകുന്നത്. ഇതിന് ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരിന് ഇച്ഛാശക്തി ഇല്ല എന്ന് തന്നെയാണ് ഓരോ ദിവസത്തെയും ഓരോ അനുഭവങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.